പ്രൈസ് ലോർഡ്. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമുക്കറിയാം, നമ്മുടെ രാജ്യം മുഴുവൻ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. മനസ്സ് പിടയുന്ന ഒരുപാട് വാർത്തകൾ നാം നിമിഷം പ്രതി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന വ്യക്തിയാകാം നിങ്ങൾ. തിരുവചനം ഇപ്രകാരം പറയുന്നു, 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമെയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ പുറമെയുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരുപാട് കഷ്ടതകൾ വരാം. പക്ഷേ അകത്തുള്ള മനുഷ്യൻ ഓരോ നിമിഷവും ബലം പ്രാപിക്കണമെന്നാണ് വചനം പറയുന്നത്. ഒരിക്കൽ ഭക്തനായ റിച്ചാർഡ് എന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നിരാശയോ ദുഃഖമോ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ മധ്യായുസിൽ സന്ധിവീക്കത്താൽ ബാധിതനായി കിടപ്പിലായി. അതികഠിനമായ വേദനയാൽ കഷ്ടമനുഭവിക്കുമ്പോഴും യാതൊന്നും സംഭവിക്കാത്തതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവം. സന്ദർശകരായ സ്നേഹിതരും ബന്ധുക്കളും അദ്ദേഹത്തോട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ സുഖമായിരിക്കുന്നു എന്ന മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. എന്നാൽ അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണെന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. റിച്ചാർഡ് യാഥാർത്ഥ്യം മറച്ചുവെച്ച് കപടം പറയുകയാണെന്ന് സംസാരമുണ്ടായി. തന്റെ പ്രാണസ്നേഹിതൻ പോലും വിമർശനം അഴിച്ചുവിട്ടു. ഒടുവിൽ ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. നീ ഇത്രമാത്രം വേദന അനുഭവിച്ചിട്ടും സുഖമായിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? റിച്ചാർഡ് പുഞ്ചിരിയോടെ പ്രതിവചിച്ചു, സുഹൃത്തെ, ഞാൻ ഈ ശരീരത്തെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. ഇതിന്റെ സുഖമോ അസുഖമോ എന്നെ ബാധിക്കുന്നില്ല. എന്റെ അകത്തെ മനുഷ്യന്റെ സുഖത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. താൽക്കാലികമായ ഈ പുറന്തോട് ഏതു നിമിഷവും പൊളിച്ചു മാറ്റപ്പെടാം. അപ്പോൾ അകമേയുള്ളവൻ ദൈവസന്നിധിയിലേക്ക് പറന്നു പോകത്തക്ക വിധം ആരോഗ്യമുള്ളവനായിരിക്കണം. അവന്റെ സൗഖ്യത്തെപ്പറ്റി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റിച്ചാർഡിന്റെ ഈ ഭക്തിയും പ്രത്യാശയും എല്ലാവരുടെയും പ്രശംസ നേടി. ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാം. പക്ഷേ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും ബലപ്പെടുക. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ബലപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കുക. ഗോഡ് ബ്ലെസ് യു.